എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ബാംഗ്ലൂരു മൈസൂരു ഹൈവേ ഉണ്ടോ, പക്ഷേ അതിനകത്ത് എനിക്ക് എൻ്റർ ചെയ്യാൻ കഴിയൂല. Z800 ഒരു മാരക വണ്ടിയാണ് എന്നുള്ളത്, അതിൻ്റെ സൗണ്ടും അടിപൊളിയാണ് എന്നുള്ളത്. അതാണ് കേട്ടോ ഞങ്ങൾ ബോയ്സിൻ്റെ ഒരു ലഹരി. നമുക്ക് മൈലേജിൽ കിങ് എന്ന് പറയാൻ പറ്റിയൊരു വണ്ടിയാണ്. ഓ വണ്ടി വാട്ട്സ്ആപ്പ് ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഞാൻ എൻ്റെ കയ്യിലുള്ളതെന്ന് Z800 ആണ്. അപ്പം Z800 എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഞാൻ ഏർലി മോർണിംഗ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നേരെ കാലിക്കറ്റ് എയർപോർട്ടിലേക്കാട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് നേരെ ബാംഗ്ലൂരിൽ നിന്ന് ഊബർ എടുത്തിട്ട് ഈ ആളുടെ, അതായത് മുന്നത്തെ ഓണറുടെ അടുത്തുനിന്ന് പോയി വണ്ടി എടുത്തു. ഇപ്പോൾ ദാ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 400 കിലോമീറ്ററോളം ഉണ്ട്. ഏകദേശം 6 മണിക്കൂറോളം എന്തായാലും എടുക്കട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ടില്ല, വണ്ടിയിലാണെങ്കിൽ എണ്ണ അടിച്ചിട്ടില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ബൈക്കിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എന്നെ വല്ലാണ്ട് അതിനകത്തുനിന്ന് കറക്കിയിട്ടുണ്ട് എന്നെ ഗൂഗിൾ അമ്മായി. ഗായ്സ് എന്താ പറയുക, Z800 നല്ല സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 6 മണിക്കൂർ സ്ട്രൈറ്റ് ഈ ഒരു വണ്ടിയിൽ ഓടിക്കാനുള്ളതല്ലേ, നന്നായിട്ട് തന്നെ ഭ്രാന്തി പിടിക്കുന്ന സൗണ്ടായിട്ട് വരും എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒന്ന് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നല്ല ലൗഡാണ്. ആ ഒരു ഹെൽമെറ്റിൻ്റെ അകത്ത് നിന്നുള്ള ഒരു മുഴക്കം കേട്ട് ആ ഒരു പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഏതായാലും പോയി നോക്കാം. ഞാൻ കുറച്ചായിട്ടോ Z800 ഓടിച്ചിട്ട്. ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട് Z800 വൺ ഓഫ് മൈ ഫേവറേറ്റ് വണ്ടിയാണ് എന്നുള്ള കാര്യം. അപ്പോൾ എനിവേ അപ്പോൾ ആ ഒരു വിശേഷമാണ് കേട്ടോ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഗൈസ്, ഇത് ആരുടെ വണ്ടി എന്താണെന്നല്ലേ, ഇത് എൻ്റെ വണ്ടിയല്ല, ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. അപ്പം എന്താ പറയുക, വണ്ടി കാണാതെയാണ് വണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആൾക്ക് സുഖമില്ല. അപ്പം എനിക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ചാടി കയറി ഓക്കെ പറഞ്ഞു. വണ്ടിയാണല്ലോ, സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡാണല്ലോ. അപ്പോൾ ഗൈസ്, എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് Z800 ഒരു മാരക വണ്ടിയാണ് എന്നുള്ളത്, അതിൻ്റെ സൗണ്ടും അടിപൊളിയാണ് എന്നുള്ളത്. Z900 നമ്മൾ കമ്പയർ ചെയ്യുമ്പം അതൊരു വേറെ തന്നെ കേട്ടോ ഒരു വണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ABS മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു റോ വണ്ടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മറ്റ് ഇലക്ട്രോണിക്സ് കൺട്രോളിങ് ഒന്നും ഇതിനകത്തില്ല. Z900 കമ്പയർ ചെയ്യുമ്പം അതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം കോംപ്ലിക്കേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ബാംഗ്ലൂരു മൈസൂരു ഹൈവേ ഉണ്ടോ, പക്ഷേ അതിനകത്ത് എനിക്ക് എൻ്റർ ചെയ്യാൻ കഴിയൂല. 2 വീലേഴ്സിനടക്കം അതിനകത്ത് നോ എൻട്രി ആണ്. കയറി കഴിഞ്ഞാൽ ഞാൻ ഫൈന് കിട്ടും. അപ്പം സർവീസ് റോഡിലൂടെ പോവാണ്. സർവീസ് റോഡ് ഓരോ ഹമ്പം ചാടിക്കടന്ന് ഇങ്ങനെ പോവും, കൈ ഒരു വിധാവും. അപ്പം എനിവേ Z800 കുറിച്ച് എന്താ പറയുക, Z800 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഞാൻ എല്ലാ വണ്ടി കാണുമ്പോഴും പറയണത് തന്നെയാണ്. പക്ഷേ Z800 എനിക്ക് Z900 ഒരുപാട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് കേട്ടോ Z800. അതിൻ്റെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബൾക്കിനെസ്സും അതുപോലെ തന്നെ ഒരു അഗ്രസീവ് ലുക്കാണ് കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ചെങ്കിലും കാണണം. ആ ഒരു മുതൽ ഇതിനകത്തുണ്ട്. കാരണം ആ ഒരു പൈസ കൊടുക്കുന്നതിനനുസരിച്ചുള്ള ആ ഒരു ബൾക്കിനെസ് ഇത് പുറമേക്ക് കാണിക്കും. ഒരു ക്യൂട്ട് എന്നതിന് ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുകയാണെന്ന് ഇതിൽ മാരക എന്താ പറയുക, ഒരു ബുൾ നിൽക്കുന്നത് പോലെയാണ് തോന്നാറ് കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റ് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നൊരു ഹെഡ്ലൈറ്റാണ്. സ്പൈഡർമാൻ്റെ ഹെഡ്ലൈറ്റാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഓവറോൾ അടിപൊളിയാണ്. ഈവൺ ഇതിൻ്റെ സൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും Z900 നമുക്കിത് യാതൊരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ട് സൗണ്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ടാണ് കേട്ടോ Z800. സംഭവം രസമാണെങ്കിൽ പോലും ഇത്രയും കിലോമീറ്റർ ഓടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഭയങ്കര ലൗഡാണ്. അപ്പോൾ കൈ കൊടുക്കാതെയാണ് പോണത്. 60 കിലോമീറ്ററിലാണ് പോണത്. എന്നിരുന്നാലും പോലും നല്ല സൗണ്ടാണ് വരുന്നത്. പക്ഷേ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ ആൾ സൈലൻ്റാണ്. വല്ലതും അറിയുന്നുണ്ടോ ഇല്ലല്ലോ. ഇതാണ് ഈ വണ്ടി. എപ്പോഴാണ് ത്രോട്ടിൽ കൊടുക്കുക ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ ഇതിനകത്ത് സൗണ്ട് വരുള്ളൂ കേട്ടോ. ഓ മാൻ, നല്ല റോഡ് കേട്ടോ, അടിപൊളി റോഡ്, രക്ഷയില്ല. സർവീസ് റോഡിലൂടെ പോവുക എന്നുള്ള ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ലാത്ത നല്ല റോഡും അതുപോലെ തന്നെ നല്ല വ്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. ഇടയ്ക്കിങ്ങനെ ഓരോ ഹമ്പ് വരും. ഞാൻ
നേരത്തെ പറഞ്ഞല്ലോ ഇതിന് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു സൗണ്ട് ഉള്ളൂ. നമ്മൾ ദൂരേന്ന് മുന്നിൽ പോലീസിനെ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇതിനെ ക്ലച്ചട് പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് അവിടെ നിന്നോളും. പിന്നെ ഇതിൻ്റെ ലുക്ക് കണ്ടിട്ട് ഇത് നോർമൽ വണ്ടിയല്ല എന്നുള്ളത് മനസ്സിലാക്കി കൈ കാണിക്കാനുള്ള ചാൻസാണ് പിന്നെ ഉള്ളത്. ചുറ്റുപാടും നല്ല മലകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി നേരെ മൈസൂരിലോട്ടാണ് കേട്ടോ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഉണ്ടാക്കട്ടോ. ഇതിൻ്റെ എക്സോസ്റ്റ് നല്ല ഇറിറ്റേഷൻ ആവുന്നുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആയി വരുന്നുണ്ട് കേട്ടോ. കാരണം ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ആ ഒരു മുഴക്കം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് നേരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ, അപ്പം ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും. ഇപ്പം തന്നെ ഏകദേശം ഇങ്ങനെ മടുത്ത് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സൗണ്ട്. സ്റ്റോക്ക് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പോയിട്ട് ഈ ഒരു നിമിഷം. ഇതിന് വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കൂടുതൽ കേൾക്കുമ്പം അതൊരു മടുപ്പ് തന്നെയാണ്. യോ ഗായ്സ്, പോണ വഴിയിൽ നല്ലൊരു ഏരിയ കണ്ട് ഇങ്ങനെ സൈഡാക്കിയതാണ് കേട്ടോ. നോക്കിയ ആ ഒരു നിൽപ്പ്, അതിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല. ഒരു ബുള്ള് നിൽക്കുന്ന പോലെ തന്നെയുള്ള ഒരു കാഴ്ചയൊക്കെ കാണില്ലേ. അതാണ് ഈ ഒരു വണ്ടീൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സംഗതി. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ സൗണ്ടാണ്. Z900 കാണുമ്പോൾ ഞാൻ വീണ്ടും പറയാണ്, Z900 കമ്പയർ ചെയ്യുമ്പം Z800 ഈ ഒരു സൗണ്ട് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അതൊന്ന് എൻജിൻ്റെ പ്രത്യേകത കൂടെയാണ്. എന്താണ് ഇത് രണ്ട് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാകെ തന്നെ പറയാനുള്ളത്, ഒന്ന് ഇതിൻ്റെ ലുക്കാണല്ലോ, പിന്നെ രണ്ട് ഇതിൻ്റെ പവറാണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ടോർക്ക് വളരെയധികം കുറവാണ്. സേഫ് ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. Z900 ഇനീഷ്യൽ ടോർക്ക് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വീല് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. പിന്നെ ഇലക്ട്രോണിക്സ് വളരെയധികം കുറവാണ് ഈ ഒരു വണ്ടിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല സൗണ്ടാണ്, ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നല്ലോണം കേൾക്കുന്നുള്ളത്. അപ്പോൾ ഇത് ഫുൾ കാർബൺ ആയിട്ടുള്ള SC പ്രൊജക്റ്റാണ്. പിന്നെ ഈ ഒരു ബ്ലൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗോമി എഡീഷനാണ് വരുന്നത്. സുഗോമി എഡീഷനിൽ Z800 രണ്ട് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് റെഡിലും ആണ്, ഒന്ന് ബ്ലൂവിലും ആണ്. അപ്പം ലിമിറ്റഡ് എഡിഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചിട്ട് കേട്ടോ, എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിയേ. ഞാനിങ്ങനെ പറയുന്നതല്ലേ ഉള്ളൂ, പക്ഷേ കേൾക്കാം. ഞാനിതിൻ്റെ ഫുൾ ത്രോട്ടിൽ പോലും കൊടുക്കണില്ല കേട്ടോ, എന്നിരുന്നാലും നല്ല സൗണ്ട്. അതാണ് കേട്ടോ ഞങ്ങൾ ബോയ്സിൻ്റെ ഒരു ലഹരി, ആ ഒരു സൗണ്ട്. ഏതൊരു കോർണറിൽ നിന്ന് കാണുന്നുണ്ടെങ്കിലും വണ്ടി ഏതാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ഈ ഒരു സൗണ്ട് വെച്ചിട്ട്. ഇൻലൈൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ മാറി നിൽക്കാം കേട്ടോ. ഈ ഒരു സൗണ്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് ഇച്ചിരി കേട്ടാൽ മതി. ഞാനൊക്കെ പണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നിന്ന് പുറത്ത് നിന്ന് ഒരുപാട് നോക്കി നിന്നിട്ടോ അത് ഏത് വണ്ടിയാണ് പോണത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ. ഇപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചു പോകുന്നു. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളിയല്ലേ ഗൈസ്? ഇൻലൈൻ 4 Z800 സൗണ്ട്, അതും XC സ്ലിപ്പ് ഓൺ എക്സോസ്റ്റിൻ്റെ പവർ എന്താണെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കിയിട്ട് വേണം. യോ മാൻ, എങ്ങനെയുണ്ട് സൗണ്ട് ഇതിൻ്റെ? ഞാൻ വീണ്ടും പറയാണ്, ഒരിക്കലും Z900 ഈ ഒരു സ്വീറ്റ് സൗണ്ട് കിട്ടൂല കേട്ടോ. അത് Z800 ഈ ഒരു മുതല്. നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് ഏതൊരു സംസ്ഥാനത്ത് പോയാലും ഇങ്ങനെ മുന്നിൽ പോണ കണ്ടോ, KL വണ്ടിയാണ്. അപ്പോൾ KL വണ്ടി കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അതായത് പ്രത്യേക ഒരു മനസ്സിനൊരു സുഖമാണ് KL വണ്ടി കാണുമ്പോൾ. അപ്പോൾ ഞാനിതാ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വയലിൽ കിട്ടിയതാണ്. അപ്പോൾ അവർ കണ്ണൂർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ടില്ല ആരും. സെയിം അവസ്ഥ തന്നെയാണ്.
എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ ഞാൻ സൈഡാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിലുപരി ഒന്ന് റെസ്റ്റ് ഇരിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഒരു സ്പോട്ട് കണ്ടു, പക്ഷേ അവിടെ നിർത്തിയില്ല. കാരണം ഉദ്ദേശിക്കുന്നത് ലൈറ്റായിട്ടാണ്, അതായത് വാരി വലിച്ച് കയറ്റാന്നല്ല, ചെറുതായിട്ട് റാപ്പോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ കൂടി അഡ്ജസ്റ്റ് ചെയ്യുക എന്നാണ് വിചാരിക്കുക. കാരണം റൈഡിനിടയിൽ നമ്മൾ വാരി വലിച്ച് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഏതായാലും കുറേ നോക്കിയിരുന്ന് ഫൈനലി നല്ല സ്പോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കോഫിയുടെ ഒരു കോഫി കുടിക്കാം, എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലും കയറ്റാം. വിട്ടാലോ? അപ്പോൾ നമ്മൾ പിരിയും, അവിടുന്ന് മൈസൂരിൽ നിന്ന് പിരിയും. ഞാനങ്ങനെ പോവും. ഓക്കെ, കണ്ടത് സന്തോഷം. എവിടുന്നേലും വെച്ച് കാണാം. എല്ലായിടത്തും ഉള്ളതുപോലെ ഞാൻ ചപ്രിയൊന്നും പറയണില്ല, പക്ഷേ ആഗ്രഹങ്ങൾ പലർക്കും പല വിധത്തിലാണല്ലോ. അപ്പം അങ്ങനെ നമുക്ക് കണക്കാക്കാം. ഏതായാലും നമ്മള് ഫോണ് കാണാൻ നല്ല രസമുണ്ട് ഏതായാലും. അപ്പം ഇതുപോലെ വലിയ വണ്ടികളിൽ പോകുമ്പോഴായിരിക്കും ഇതുപോലുള്ളവന്മാർ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ കളിക്കുക. അപ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് പോവാറാണ് പതിവ്. അല്ലെങ്കിൽ അവരായിട്ട് റേസിന് നിൽക്കാറില്ല, കാരണം അത് ഭയങ്കര ഡേഞ്ചറാണ്. പൊതുവെ അങ്ങനെയാണ് ഈ ഒരു കാറ്റഗറി ആൾക്കാർ, ഭയങ്കര അഗ്രസീവായിട്ട് എങ്ങനെയെങ്കിലൊക്കെ റൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്, ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. സൗണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് കൂടെ കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നല്ല സൗണ്ടാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരു +2 പഠിക്കുന്ന ആ ഒരു ടൈമിൽ അന്നൊക്കെ അപൂർവമായിട്ടാണ് കേട്ടോ ഇൻലൈൻ 4ൻ്റെ സൗണ്ടൊക്കെ കേൾക്കുക. അങ്ങനെ വല്ലപ്പോഴും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി എത്തി നോക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ മനസ്സിൽ കയറിക്കൂടിയതാട്ടോ ഈ ഒരു ഇൻലൈൻ 4ൻ്റെ സൗണ്ട്. അതൊരിക്കലും മടുപ്പിക്കാത്തൊരു സൗണ്ട് തന്നെ ഉണ്ടോ. അങ്ങനത്തെ ഒരു ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിൽ കയറിക്കൂടിയതുകൊണ്ടാണ് ഇന്ന് ഞാനിങ്ങനെ ഈ ഒരു വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അറിയാലോ, നമ്മളൊക്കെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങൾക്ക് പിറകെ നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കണം. ഈ ഒരു വണ്ടിനെ പറ്റി ഒരാൾ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാറ്റഗറി വണ്ടിയിലേക്ക് ആരും എത്തിപ്പെടില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളെല്ലാവരും പൈസൻ്റെ പിന്നാലെ പോണേ. അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനത്തെ ഓരോരോ വണ്ടികൾ എടുക്കുന്നത്. അപ്പോൾ ആഗ്രഹം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോ വെറീസ്, ഒരു ടെൻഷനില്ല. കിട്ടുന്ന ചെറിയൊരു പൈസക്ക് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാം അങ്ങനത്തെ ആളുകൾക്ക് കേട്ടോ. അപ്പോൾ സ്വപ്നം കാണുക അല്ലെങ്കിൽ ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചാലേ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഫൈനലി കുറേ നേരമായിട്ടോ സർവീസ് റോഡിലൂടെ ഇങ്ങനെ അമ്പും ചാടി ഇങ്ങനെ പോരാൻ തുടങ്ങിയിട്ട്. അപ്പം ഏതായാലും ഒരു ഹൈവേ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് സ്പീഡ് കൂട്ടി നോക്കാം, എങ്ങനെ ഉണ്ട് എന്നറിയില്ല. പക്ഷേ ഇവിടെ ഡ്രൈവിങ് ഇച്ചിരി പ്രശ്നക്കാരാണ് ഇവിടെ പലരും. നമ്മളെല്ലാം പ്രിഡിക്റ്റ് ചെയ്തിട്ട് വേണം ഇവിടെ വണ്ടി ഓടിക്കാൻ. കാരണം ഒരു താലിയും പാലില്ലാത്ത ആളുകളാട്ടോ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ. നമ്മളെ നാട്ടിലും ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ഭൂരിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. നല്ല റോഡാണ്, പക്ഷേ ഞാൻ കൂടുതലായിട്ട് പുഷ് ചെയ്യണില്ല. കാരണം ഇതുപോലെ ഒരുപാട് ഗ്യാപ്പുകൾ വരുന്നുണ്ട് കേട്ടോ. അതും സിഗ്നലില്ലാത്ത ഗ്യാപ്പുകളാണ്. എപ്പോഴാണ് കയറുക എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടൂല. നമ്മൾ എത്രയും സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചവിട്ടി നിർത്താൻ കഴിയൂല. നേരെ പോയിട്ട് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പോകുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 90-100 കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയ എത്തുമ്പോൾ ഞാനൊന്ന് സ്ലോ ഡൗൺ ആക്കും. ഷെല്ലിൻ്റെ പെട്രോൾ പമ്പാട്ടോ. കണ്ടപ്പോൾ നേരെ കയറ്റിയതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഫുൾ ടാങ്കാണ്.
ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18.8 ആവറേജ് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ മൈലേജായിട്ട്. അപ്പം വളരെ നല്ല ഒരു മൈലേജ് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സാധാരണ ഇൻലൈൻ 4-ൽ വളരെയധികം കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു കാറ്റഗറി വണ്ടികൾക്ക്. നമുക്ക് മൈലേജിൽ കിങ് എന്ന് പറയാൻ പറ്റിയൊരു വണ്ടിയാണ് CBR 650R. അപ്പം അത്രയെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു വണ്ടിക്ക് ഇത്രയും കിട്ടുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ. 18.8 ആണ് ഇപ്പോൾ എനിക്കിതിൽ മൈലേജായിട്ട് കിട്ടിയിട്ടുള്ളത്. സമയം 6:45 ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് പള്ളിയിൽ കയറി, പ്രെയർ ടൈമാണ്, അപ്പോൾ അത് കണ്ട് കഴിച്ചു. യെസ് ഗൈസ്, അപ്പോൾ വന്ദിപ്പൂർ ഫോറസ്റ്റിനകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു സംശയത്തിലായിരുന്നു എന്നെ കയറ്റുമോ എന്നുള്ളത്. കാരണം വണ്ടിയുടെ സൗണ്ട് മാക്സിമം ഞാൻ ക്ലച്ച് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, അതുകൊണ്ടായിരിക്കും അവർ ശ്രദ്ധിക്കാൻ കേട്ടോ. വയനാട് തെണ്ടി തിരിഞ്ഞ് നടക്കുക കേട്ടോ മനുവേട്ടൻ. അപ്പോൾ പോണ വഴിയിൽ മനുവേട്ടനെ ക്യാച്ച് ചെയ്തതാണ് ആളെ വണ്ടി. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ. ഇതൊക്കെ എന്താ? ചോക്ലേറ്റ്. ഡാർക്കാണല്ലോ. വേറെ ഓ വണ്ടി, വണ്ടിയുണ്ട്. അപ്പോൾ ആളിവിടെ ചുറ്റി കറങ്ങി നടക്കുകയാണ്. ആളെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്. എന്നെ കണ്ടില്ലെങ്കിൽ വീണ്ടും ഇവിടെ റൂം എടുത്ത് നിൽക്കാനുള്ള പരിപാടിയാണ് അല്ലേ ഗൈസ്? വയനാട് ചുരം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അതുപോലെ തന്നെ മനുവേട്ടനും നാട്ടിലേക്ക് തിരിക്കുകയാണ്. അയ്യോ, ആകെ ബ്ലോക്കായിട്ടോ. ബൈക്ക് പോകുന്നുണ്ട്, പക്ഷെ പോയ വണ്ടികളൊക്കെ സ്കൂട്ടറുകളാ. ഏജാതി പാട്ടില്ലേ. NH66 എത്തിയിട്ടുണ്ട്. കാലിക്കറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനും മനുവേട്ടനും കൂടി നേരെ ഹിഷാമിൻ്റെ അടുത്ത് പോവാണ്. വണ്ടി ഏൽപ്പിച്ചിട്ട് വരാം എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഗൈസ്, ഹിഷാമിൻ്റെ നാട്ടിൽ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. ആളെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ആൾ ഇതുവരെയായിട്ട് വണ്ടി കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. അപ്പോൾ ആൾക്ക് ഡെലിവറി കൊടുത്തിട്ടാ, അത് സന്തോഷത്തിലാണ്.